യുഎഇയിൽ വിരമിച്ച പ്രവാസികൾക്ക് റെസിഡൻസി വിസയും തിരിച്ചറിയൽ കാർഡും നൽകുന്നതിനുള്ള പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി, മലയാളികൾ ഉൾപ്പെടെ പ്രവാസി ഇന്ത്യക്കാർക്ക് ഗുണകരമാവുന്ന മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. 55 വയസ്സും അതിൽ കൂടുതലുമുള്ള പ്രവാസികൾക്കായി 5 വർഷത്തെ റെസിഡൻസി വിസ നൽകുന്ന പദ്ധതിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി മുതൽ ICP നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പ്രവാസികൾക്ക് റെസിഡൻസി വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിനായി ചില നിബന്ധനകൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിബന്ധനകൾ ഇങ്ങനെയാണ്: അപേക്ഷിക്കുന്ന വ്യക്തി UAEക്ക് അകത്തോ പുറത്തോ കുറഞ്ഞത് 15 വർഷമെങ്കിലും ജോലി ചെയ്തിരിക്കണം. വരുമാനത്തിലും സമ്പാദ്യത്തിലും ചില നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറഞ്ഞത് 1 ദശലക്ഷം ദിർഹം മൂല്യമുള്ള സ്വത്ത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുറഞ്ഞത് 20,000 ദിർഹം പ്രതിമാസ വരുമാനമുള്ള ആളായിരിക്കണം. കൂടാതെ അവസാന 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൂടി ഇതിനൊപ്പം ഹാജരാക്കേണ്ടി വരും. ആദ്യഘട്ടത്തിൽ 5 വർഷത്തെ റെസിഡൻസി വിസയായിരിക്കും അനുവദിക്കുക. തുടർന്ന് ഈ കാലാവധി പൂർത്തിയാക്കിയാൽ ഇതേ മാനദണ്ഡങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ പുതുക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. ICPയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാനുള്ള അവസരമാണ് പ്രവാസികൾക്ക് ലഭിക്കുക. കൂടാതെ വിരമിച്ചവരെ ആകർഷിക്കാൻ ദുബായ് മറ്റൊരു പ്രത്യേക പദ്ധതി കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. വിരമിച്ച വ്യക്തി മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ വിദേശ പൗരന്മാർക്കും അവരുടെ ജീവിത പങ്കാളികൾക്കും ആശ്രിതർക്കും പുതുക്കാവുന്ന 5 വർഷത്തെ റെസിഡൻസി വിസയ്ക്ക് അപേക്ഷിക്കാൻ ഈ പദ്ധതി അനുവദിക്കുന്നു. ഇതിനും മേൽപ്പറഞ്ഞതുപോലെയുള്ള നിയന്ത്രണങ്ങൾ ബാധകമാണ്. 55 വയസ്സ് കഴിഞ്ഞ് വിരമിച്ച വ്യക്തികൾക്കാണ് ഈ പദ്ധതി വഴി അപേക്ഷിക്കാൻ കഴിയുക. വാർഷിക വരുമാനം കുറഞ്ഞത് 1,80,000 ദിർഹം അല്ലെങ്കിൽ പ്രതിമാസ വരുമാനം 15,000 ദിർഹം അല്ലെങ്കിൽ 3 വർഷത്തേക്ക് സ്ഥിര നിക്ഷേപത്തിൽ 1 ദശലക്ഷം ദിർഹം സാമ്പത്തിക ലാഭം എന്നിങ്ങനെയാണ് ഇതിനുള്ള ചില നിബന്ധനകൾ. ആഗോള റിട്ടയർമെന്റ് ഹബ്ബ് എന്ന് വിശേഷിപ്പിക്കുന്ന UAE തങ്ങളുടെ നയത്തിന് കൂടുതൽ ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ടാണ് ഇത്തരം പദ്ധതികൾ അവതരിപ്പിക്കുന്നത്. UAEയിൽ സ്ഥിര താമസമാക്കാൻ ആഗ്രഹിക്കുന്ന വിരമിച്ചവർക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നതിനും ലക്ഷ്യമിടുന്നു. വിരമിക്കലിന് ശേഷമുള്ള കാലയളവ് രാജ്യത്ത് ആസ്വദിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. സത്യത്തിൽ UAEയിലെ വിദേശികളുടെ എണ്ണത്തിൽ കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ് എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നത്. UAEയിലെ വിദേശികളിൽ 38% ഇന്ത്യക്കാരാണത്രേ. ഇതിൽ കൂടുതലും മലയാളികളാണ്. കേരളക്കരയുടെ മുഖം മാറ്റാൻ സഹായിക്കുന്നത് UAE പ്രവാസികളുടെ പണമാണ് എന്നുകൂടി പറയാം. ഗൾഫ് രാജ്യങ്ങളിലെ ജോലി സാധ്യതകൾ കുറഞ്ഞുവെന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഈ കണക്കുകൾ. 40 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് UAEയിൽ മാത്രമായുള്ളത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേർ ജനറൽ സതീഷ് കുമാർ ശിവം ആണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. UAEയുടെ ഇന്നത്തെ പുരോഗതിക്ക് ഇന്ത്യക്കാർക്കുള്ള പങ്ക് വളരെ കൂടുതലാണ്. നിർമ്മാണം, ചില്ലറ വിൽപ്പന രംഗം, ആരോഗ്യ മേഖല എന്നിവിടങ്ങളിലെല്ലാം ഇന്ത്യക്കാർ ഇവിടെ നിറസാന്നിധ്യമാണ്. 2012-ൽ 22 ലക്ഷം ഇന്ത്യക്കാരായിരുന്നു UAEയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം വരെയുള്ള കണക്ക് പ്രകാരം 39 ലക്ഷം കവിഞ്ഞു. 18 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് 11 വർഷത്തിനിടെ UAEയിൽ ജോലിക്കെത്തിയത്. അടുത്ത കാലത്തായി ഇന്ത്യയും UAEയും സഹകരണം കൂടുതൽ ശക്തമാക്കിയിട്ടുമുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു. പ്രാദേശിക കറൻസി ഇടപാട് തുടങ്ങി. UPI സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇതിനെല്ലാം പുറമെ ഇന്ത്യയുടെ 3ാമത്തെ വ്യാപാര പങ്കാളി കൂടിയാണ് UAE. ജോലി തേടി UAEയിൽ എത്തുന്ന ഇന്ത്യക്കാർ ഇനിയും കൂടുമെന്നാണ് കരുതപ്പെടുന്നത്.